ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ ചലഞ്ച് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ഇമ്പോസ്റ്റർ ചലഞ്ചാണ്. ഇവിടെ എല്ലാം സാധനം ഉണ്ട്, എല്ലാം സെറ്റാണ്. താഴെ പിന്നെ നമ്മൾ എഴുതിയതല്ല ഇത്. എന്റെ ബ്രദറിനോട് പറഞ്ഞ് കഷ്ടപ്പെട്ട് കാല് പിടിച്ച് എഴുതിപ്പിച്ച് നമുക്ക് അറിയാവുന്ന വേർഡ്സ് തന്നെയാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് പറയാനും എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്കറിയത്തില്ല. ആ സാധനം എന്തോ എഴുതിയൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും ഏതാ വേർഡെന്ന്. ക്ലൂ കൊടുത്താൽ മതി. അത് നമുക്ക് മനസ്സിലാക്കാം, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെ കളിക്കേണ്ടതെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ഇത് ഭയങ്കര ഫേമസ് ഗെയിം അല്ലേ? അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അറിയാത്തവർക്ക് വേണ്ടിട്ട്. പിന്നെ അറിയാത്തവരായിട്ടുള്ളവരുണ്ടേ, കാണാത്തവരായിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. പറഞ്ഞു കൊടുക്കും വെച്ചേ. 3 പേപ്പറിനകത്ത് 2 ഇത്. ഇപ്പം ക്യാമറ, എക്സാമ്പിൾ ഞാൻ പറയാം. ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇമ്പോസ്റ്റർ ആയിരിക്കും, വേറൊരു ഇതായിരിക്കും, മീൻസ് വേറൊരു വേർഡായിരിക്കും. അപ്പം അത് നമുക്ക് ഇങ്ങനെ സാധാ ഈ കളഞ്ഞ പോലീസ് കളിക്കുന്നവർക്ക് ഇങ്ങനെ കുരുക്കിയിടും, ഒരാളെടുക്കും. നമുക്ക് ആർക്കും അറിയില്ല ആരെ ഇമ്പോസ്റ്റർ എന്ന്. നമ്മളിപ്പോ എന്താ പറയാ, റിലേറ്റ് ചെയ്ത വേർഡ്സ് പറയുക, അതിൽ നിന്ന് നമ്മൾ ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിക്കുക. ഇനി മാർക്ക് വീഴുന്നതിന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇമ്പോസ്റ്റർ സേഫ് ആവുകയാണെങ്കിൽ ഇമ്പോസ്റ്ററിന് മാർക്ക് ഇല്ല. നമ്മൾ ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കുന്ന ആക്കൊരു പോകും. അപ്പം നമുക്ക് 10 റൗണ്ട് മൊത്തത്തിൽ എടുത്തേക്കുന്നേ. പിന്നെ ഇനി അല്ല, ഒരു റൗണ്ട് കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പേപ്പർ തന്നെ കുലിക്കാൻ ഇടുക. അറിയത്തില്ലല്ലോ ഏതാ കുലിക്കുന്നതെന്ന്. സോ ഇവിടെ തന്നെ പേപ്പർ ഉണ്ട്, താഴെ ഉണ്ട്. ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ തുടങ്ങാല്ലേ? അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എല്ലാം ഇരിക്കുന്നത്. റൗണ്ട് 1 ഇവിടെ കുലിക്കുക. ഏതെങ്കിലും ഒരെണ്ണം റൗണ്ട് 1 ആണ്. എനിക്ക് പേടിയുണ്ട്. എനിക്ക് പണി തരാൻ വേണ്ടിട്ട് ഇനി കൊളവാക്കി ഇടുന്നത്. കണ്ടിട്ടില്ല സത്യം. ഇതുവരെ തുറന്നിട്ടില്ല. എഴുതി റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് കൊണ്ടുവന്നത്. നല്ല കൈയ്യശ്ശേരം. എന്റെ പൊന്നെ, അയ്യോ, കയ്യശ്ശേരം ചെറിയൊരു വിഷയമുണ്ട്. വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സീനില്ല. നീ ആദ്യം പറ. എടുത്ത ആദ്യം പറ. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അത് വല്ലാത്തൊരു ഇതാണ്. ഇമ്പോസ്റ്ററിനോട് തന്നെ തുടക്കം പറയാൻ പറയണേ. വലിക്കുന്ന പരിപാടി സത്യം. ലൈഫ്. എടീ, ഞാനിത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ജീവിതത്തിൽ ബന്ധപ്പെടുന്ന ഒരു സാധനം, മീൻസ് ഒരു ടൂള്. രാവിലെ അത് വെച്ചൊന്ന് വലിയ കേൾക്കുന്നു. എടാ, ആവശ്യമില്ല ചില സന്ദർഭങ്ങളിൽ. ഒരു ടൂളാണ്. ആണി അടിക്കാനൊക്കെ എന്നാ എന്റെ പേര് വിളിച്ചറോ? ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ആ പിള്ളേര്. അങ്ങനൊന്നും ഇല്ല പിള്ളേര്. ഓക്കെ, പറഞ്ഞു. ഡെയിലി യൂസ്. ബ്രഷ് അല്ല. നിങ്ങളൊക്കെ അതുപോലത്തെ ചോദ്യം. എടാ, ഇതിനെ റിലേറ്റ് ചെയ്ത വാക്ക് ഭയങ്കര കുറവാണ്. അപ്പം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സാധനം. ബ്രഷ് അല്ല. നന്ദിയുണ്ട്. അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് നിർത്താം. അല്ല, പല കളറിലുണ്ട്. ഞാനല്ലേ തുറക്കട്ടെ, എന്നിലാണ് നിർത്തണ്ടേ? അവൻ പറഞ്ഞ് നിർത്തുവാ, നിന്നിലല്ല നിർത്തണ്ടേ. നീ തുടങ്ങുവാണേ. ഇനി നമുക്ക് ഇമ്പോസ്റ്ററിനെ ഗസ് ചെയ്യാം. 3, 2, 1. അപ്പൊ നമ്മൾ ഗസ് ചെയ്തു. ഇവളാണ്. അതെനിക്ക് എന്റെ അടുത്ത് ആദ്യം പറഞ്ഞപ്പോ എനിക്കൊന്നും കിട്ടിയില്ല. ഇപ്പം ഇവരാ തുടങ്ങുന്നെങ്കിൽ എന്തേലും പറഞ്ഞു പിടിച്ചേക്കും. അത് നമ്മള് മനസ്സിലായി. ലൈഫ് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. പിന്നെ ഡെയിലി യൂസ്. ഡെയിലി അല്ല, ശരിക്കും ആ സംഭവം എന്തായിരുന്നു? ഹാമർ. എടാ, എനിക്ക് തുടക്കത്തിൽ പറയുമ്പോ ഞാൻ എന്തോന്ന് പറയും, ഇമ്പോസ്റ്റർ എഴുതിയേക്കുന്നേ. ഓക്കെ, അപ്പൊ ഇനി സെക്കൻഡ് ഇമ്പോസ്റ്റർ ആയിരുന്നു. ഭഗവാനെ, തുടക്കം ഇതുപോലെ ഇമ്പോസ്റ്റർ. റൗണ്ട് 2 ആണ് കേട്ടോ. അതെ, എല്ലാരും ഓരോ ഇതെടുത്തിട്ടുണ്ട്. നമുക്കവിടെ ഇവരെ കാണിച്ചു കൊടുത്താലോ? ചേച്ചി, ഇവരെ ഒന്ന് കാണിച്ചു കൊടുത്താലോ? നീ എന്തൊക്കെയാ ഈ പറയണ പന്നി? എനിക്ക് മനസ്സിലായി. കിട്ടുന്നില്ല, എനിക്ക് വായിച്ച് മനസ്സിലാവുന്നില്ല. ഇമ്പോസ്റ്റർ ആവുമെന്ന് മനസ്സിലാവുന്നില്ല, എന്തുവാന്നും മനസ്സിലാവുന്നില്ല. ഇമ്പോസ്റ്ററിന് ചെറിയൊരു ക്ലൂ കൊടുക്കുമല്ലോ. പൊട്ടൻ, ലോക പൊട്ടൻ. ഞാൻ ഒരു ആപ്പി കണ്ടു. എനിക്കിത് എന്ത് കാര്യം കത്തുന്നില്ല. സത്യം
എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് 2 വേർഡുണ്ട്, അതെനിക്ക് 1 വേർഡേ മനസ്സിലാവുന്നുള്ളൂ. സെക്കൻഡ് വേർഡ് എനിക്ക് മനസ്സിലാവുന്നു. നിനക്ക് എത്ര വേർഡുണ്ട്? എത്ര വേർഡുണ്ട്? ഇമ്പോസിബിൾ ആണ് 1 വേർഡല്ലേ ഉള്ളൂ. ഹിന്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. 2 വേർഡ്. നിങ്ങൾക്ക് ഇവർക്ക് 2 വേർഡ്. നിനക്ക് എത്ര വേർഡുണ്ട്? എനിക്ക് 2 വേർഡുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അടി എനിക്ക് വാക്ക് കിട്ടില്ല. തുടങ്ങ്. നീ പറയടാ ആദ്യം, അത് കഴിഞ്ഞ് ഞാൻ പറയാം. ഒരു ഇന്ത്യക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം. അയ്യോ, എനിക്കൊന്നും കിട്ടുന്നില്ല. ബാറ്റ്. ബോള്. സഞ്ജു സാംസൺ. എനിക്ക് കത്തി വാക്ക് അങ്ങനല്ലേ? സോറി. ഇല്ല, അതൊന്നും സാരമില്ല. നീ പറ. ഓക്കെ, നീ പറഞ്ഞില്ലേ? നീ പറ. ഗ്രൗണ്ട്. വിക്കറ്റ്. എന്തോ അയ്യോ വാക്കായിരുന്നു പറയണ്ടേ. ഞാൻ അത് ഇന്ത്യക്ക് പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞ്. സാരമില്ല. അതായത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഇപ്പൊ വരാം. ഓക്കെ, അത് ഇത് എവിടുന്ന് കൊണ്ടുവന്നൊരു ഫോണാണ്. ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ. നീ പറ. ഗ്രൗണ്ട് ഞാൻ വിക്കറ്റ് പറഞ്ഞു. ഞാൻ പറ. അത് ഓഫ് ആയിരുന്നു. ഇല്ല, നീ പറ. ഗ്രൗണ്ട് 2 നീ പറ. എന്തോ കഴിഞ്ഞില്ലയോ? ഇല്ല. MRF കമ്പനിയാ ബാറ്റിന്റെ. പൊട്ടനാന്നോ? അപ്പൊ ഇമ്പോസ്റ്റർ ഗസ്റ്റ് ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട്. എന്തുവാ? നീയാ? ഞാനാന്നോ? നീ ഇല്ലോടെ ഇമ്പോസ്റ്റർ? ഞാൻ imposter. അയ്യോ, ഒന്നിനും കഴിവില്ലെന്ന്. IPL ഇന്ത്യക്ക് പ്രധാനപ്പെട്ട ചെറുക്കനോട് ഞാൻ പറഞ്ഞ കണ്ടുപിടിക്കത്തില്ല, ഇതിലുള്ളതൊന്നും കൊടുക്കരുത്. ഇങ്ങനെ കൊടുത്താൽ അറിയാൻ ക്രിക്കറ്റാന്ന്. റൗണ്ട് 2 സത്യം പറഞ്ഞ ഇന്ത്യൻസ്. റൗണ്ട് 2 എന്തോരം പോയി. നിങ്ങൾക്ക് എന്തോ കിട്ടി വാക്ക്? മുംബൈ ഇന്ത്യൻസ്. പപ്പൻ എടുത്തിട്ട് എടക്കോള വാക്കല്ലേ ഒരുമാതിരി എന്റെ മനസ്സിലങ്ങ് ഇനി ഞാൻ ആർക്കും അറിയാം. നിന്നെ കാണുന്നില്ലടാ. ഇങ്ങോട്ട് വാടാ. എടുത്താ മതി, എടുക്കാം. ഭഗവാനെ, ഇനി വാ. ഞാൻ എങ്ങനെ പറയും? മനസ്സിലാവുന്നില്ല. നിങ്ങളതിൽ തുടങ്ങണേ. ഏത് ഭാഷയാണ്? നേഴ്സിംഗ്. എന്തോ നേഴ്സിംഗ്. ഡോക്ടർ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്ഥലം. ലൈഫ് ഈസ് വെരി സ്പോയിൽഡ്. ഇംഗ്ലീഷ് വേണ്ടേ, മായ്ച്ചിറങ്ങും. ലൈഫ് വലിയ വളർത്തില്ല അത്ര. അല്ല, ഡോക്ടർ അല്ല വേർഡ്. ഡോക്ടർ അല്ലെന്ന് വേർഡ്. അതനുസരിച്ചാ പറഞ്ഞു. ഓക്കെ, നമുക്ക് നമ്മുടെ ഇമ്പോസ്റ്ററിനെ ഗസ് ചെയ്യാം. 3, 2, 1. വേണ്ടിരിക്കുന്നു എന്തുവാ? മോഡേൺ സിറ്റി. മോഡേൺ സിറ്റി ബാംഗ്ലൂർ ആയിരുന്നു സംഭവം. നേഴ്സിംഗ് കൂടുതലും ആൾക്കാർ സത്യം പറഞ്ഞാൽ അവിടെ ആണ് പോകുന്നത്. 4ാമത്തെ റൗണ്ട്. നീട് അയ്യോ ഏത് നേരത്താന്ന്. വണ്ടർഫുൾ എല്ലാം മനസ്സിലായി എനിക്ക്. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ എന്ത് വാക്ക് പറയുന്നതാണ് ഇതിന്? സൂക്ഷിച്ച് പേപ്പർ പിടിക്കണമെന്ന് ഇതാ പറയുന്നത്. എന്തോ ഒരു അപാകതയുള്ള ചിരി. മനസ്സിലാവത്തില്ല. ഓക്കെ, ഞാൻ പറയട്ടെ. അല്ല, അമ്മ പറയണ്ടേ. അത് പിന്നെയും പോയാ പേപ്പർ. ഒരു ക്യാരക്ടർ. പേപ്പർ മാർക്ക്. ഒരു ക്യാരക്ടർ, മൂവിയിലെ ക്യാരക്ടർ.
ഞാൻ വെച്ചൊരു ക്രിക്കറ്റ് എനിക്ക് വയ്യ പറയാം അങ്ങോട്ട്. എന്തുവെന്ന് പറഞ്ഞു? ഞാനോ ഇവിടെ മൂവി പറഞ്ഞു, ഞാൻ character DC. അതെനിക്ക് അത് ഞാനല്ലേ ഞാനോ എങ്ങനെ പറയുന്നത് എങ്ങനെ പറയും ഫോറിൻ കൺട്രി മൂവി. എടാ വേറെ രാജ്യത്തെ മൂവിയാണ്, അവിടാണ് അത് പബ്ലിഷ് ചെയ്തത്. ക്രിസ്റ്റഫർ നോളൻ. എടാ ഞാനാടാ പറയണ്ടത്. ഒരു ബ്ലാക്ക് പറ. ക്രിസ്റ്റഫർ നോളൻ. ഡെഡ് ഒന്നുമില്ല, ഡെഡ്. സൂപ്പർ ഹീറോ ആയിരിക്കും. ഒന്ന് നോക്കിയടാ. ഓക്കെ, ഇമ്പോസ്റ്റർ കിസ് ചെയ്യാം. ഓക്കെ 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ, ആരാന്നറിയോ ഇമ്പോസ്റ്റർ? ഞാനാ. ക്രിസ്റ്റഫർ നോളൻ അല്ല, ശരിക്കും എന്ത് സംഭവം? ബാറ്റ്മാൻ. ബാറ്റ്മാൻ. ഞാൻ ക്രിക്കറ്റിലെ മറ്റേ ബാറ്റ്സ്മാൻ ആണ്. അതാ ഞാൻ ഇങ്ങനെ നോക്കുന്നത്. എനിക്ക് വന്നിട്ട് ഇത് പാർക്ക് നൈറ്റോ എന്തോ ഒരു സാധനം. അത് സിനിമയുടെ പേരും കണ്ടോ? അത് എനിക്ക് മനസ്സിലായി. ഡാർക്ക് നൈറ്റ് ആണ്. ഡാർക്ക് ആണോ പാർക്കാണോ? Dark ഡാർക്ക് ആണ്. Knight. ഞാൻ വായിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല വായിച്ചിട്ട്. ഞാൻ ഡാർക്ക് നൈറ്റ് അതായിരിക്കും. ഞാൻ എന്തായാലും നാലാമത്തെ റൗണ്ടും വളരെ ഫ്ലോപ്പായി. ഞാൻ ഫ്ലോപ്പൊന്നും ആയില്ല. കണ്ടമാരൊക്കെ എന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇനി 5th റൗണ്ട്. ഞാൻ എനിക്ക് ഇപ്പോഴും കൊച്ചു പേപ്പർ നീ കൊച്ചാ. ഇമോഷണൽ ഡാമേജ്. എന്തോ പറയുന്നത് ഞാൻ. പപ്പൻ പറഞ്ഞു തുടങ്ങിക്കോ. ആരാ ശരിക്കും? പപ്പൻ പറഞ്ഞു. റൊണാൾഡോ. റൊണാൾഡോ. ആ എനിക്ക് എനിക്കും കിട്ടി. എനിക്കും ഞാനാന്നോ? എന്തോ ഒരു പേഴ്സൺ ആണ്. അത് അതല്ലേ റൊണാൾഡോ എന്ന് പറഞ്ഞു. അതവളുടെ പേരല്ലേ പറഞ്ഞ? ഞാൻ പേഴ്സൺ ആണ്. യൂട്യൂബർ ആണ്. മങ്കിടി ലൂസി. എന്ത്? വൺ പീസ്. എന്ത്? വൺ പീസ് എന്ന്. ഇനി ഞാൻ എന്തോ പറയെടുത്ത് നോക്കട്ടെ. എനിക്കിതൊന്നും കിട്ടുന്നില്ല. എന്ത് സാധനം ഇത്? വേഗത. ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. സ്ട്രീമർ. ബാക്ക് ഫ്ലിപ്പ്. എത്ര പോരെ? എനിക്കൊന്നും കിട്ടുന്നില്ല. ഓക്കെ, ഇമ്പോസ്റ്ററിനെ ഗസ് ചെയ്യാം. 3, 2, 1. ഞാൻ വിശ്വസിക്കൂല. ഞാനാണ് ഇമ്പോസ്റ്ററോ? ഞാനാണ്. ഞാൻ പറഞ്ഞു എടാ മൊണ്ണേ. ഓ അതെങ്ങനെ മനസ്സിലായേ? എന്തോ അത് അത് ഇതിനകത്ത് വന്നേക്കുന്ന സ്ട്രീമർ യൂട്യൂബർ. ഞാൻ ആകെ 2 വാക്കേ പറഞ്ഞു. ആ മൊണ്ണ ചെറുക്കനെ ഞാൻ വിട്ടു. കേട്ടോണ്ടിരിക്കുവാ കേട്ട അവസ്ഥ.